ലാമാസിയയുടെ ശാന്തമായ അന്തരീക്ഷം, അവിടെ എപ്പോഴും പ്രതീക്ഷയുടെയും നിശബ്ദമായ കഠിനാധ്വാനത്തിന്റെയും സുഗന്ധം പരന്നിരുന്നു. ഈ പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് 13 വയസ്സുകാരനായ ലയണൽ മെസ്സിയുടെ പ്രതിഭ യൂറോപ്പിന്റെ മണ്ണിൽ വേരൂന്നി വളർന്നു തുടങ്ങിയത്. അതൊരു സാധാരണ വളർച്ചയായിരുന്നില്ല, മറിച്ച് ഒരു കൊടുങ്കാറ്റിന്റെ വേഗമായിരുന്നു അതിന്. അർജന്റീനയിൽ വെച്ച് അവന് നേരിടേണ്ടി വന്ന എല്ലാ പരിമിതികളും ബാഴ്സലോണയിൽ അവസാനിച്ചു. ക്ലബ്ബ് നൽകിയ ചികിത്സാ സഹായം ലഭിച്ചതോടെ അവന്റെ ശരീരം പതിയെ പേശീബലം ആർജിച്ചു വളർന്നു. എന്നാൽ അവനിലെ പ്രതിഭയുടെ വളർച്ച പ്രപഞ്ചം നിശ്ചയിച്ചതുപോലെ ഒരു മിന്നൽ വേഗത്തിലായിരുന്നു. അവന്റെ മനസ്സിലെ തീവ്രമായ വാശിയും നിശ്ചയദാർഢ്യവും ഓരോ കോശത്തിലും ഊർജ്ജമായി നിറഞ്ഞു. ലിയോയുടെ കാലുകൾക്ക് റൊസാരിയോയിലെ തെരുവുകളിൽ നിന്ന് കിട്ടിയ തന്ത്രപരമായ മാന്ത്രികതയോടൊപ്പം യൂറോപ്യൻ ഫുട്ബോളിന്റെ കൃത്യതയും വേഗതയും ഒത്തുചേർന്നപ്പോൾ കളിക്കളത്തിൽ ഒരു പുതിയ മായാജാലം പിറവിയെടുത്തു. അവന്റെ ഓരോ നീക്കത്തിലും പന്ത് അവന്റെ കാൽക്കീഴിൽ ഒട്ടിപ്പിടിച്ച് നീങ്ങുന്നത് കണ്ടാൽ ആർക്കും മനസ്സിലാകുമായിരുന്നു, ഇവനൊരു സാധാരണ കളിക്കാരനല്ല, മറിച്ച് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്ന്. ഓരോ തവണ പന്ത് കൈക്കലാക്കുമ്പോഴും അത് അവന്റെ വാശിയായി, ദേഷ്യമായി, സ്വപ്നമായി മാറുന്നത് കാണികളെ കോരിത്തരിപ്പിച്ചു. അവൻ മുന്നോട്ടു കുതിച്ചു. ബാഴ്സലോണയുടെ യൂത്ത് ടീമുകളിലെ അവന്റെ പ്രകടനം ഒരു ഉത്സവമായിരുന്നു. കാൽപന്തുകളിയുടെ എല്ലാ സൗന്ദര്യവും സമന്വയിപ്പിച്ച ഒരു മായാജാലം. ഓരോ കളിയിലും അവൻ ഗോളുകൾ നേടി സഹതാരങ്ങളെ കൃത്യതയോടെ ഗോൾ അടിപ്പിച്ചു. അങ്ങനെ അവൻ മിന്നൽ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു. എതിർ ടീമിലെ പ്രതിരോധ നിരക്കാർക്ക് അവനെ തടയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവന്റെ നിഴൽ പോലും പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എതിരാളികളെ അവൻ ഡ്രിബിൾ ചെയ്ത് മറികടക്കുമ്പോൾ ഗാലറിയിലെ ആയിരങ്ങൾ ശ്വാസമടക്കിപ്പിടിച്ച് ഇരുന്നുപോയി. കളി അവസാനിക്കുമ്പോൾ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇവന്റെ കളി ഒരു മായാജാലമാണ്, ഇവനൊരു പ്രതിഭാസമാണ്. ഈ പ്രശംസ അവന്റെ ആത്മവിശ്വാസം കൂട്ടി. അവന്റെ വളർച്ചയിലെ വേഗത കണ്ട് ക്ലബ്ബിലെ അധികൃതർ പോലും അത്ഭുതപ്പെട്ടു. വളരെ പെട്ടെന്നായിരുന്നു അവൻ ഓരോ ടീമിലെയും പടികൾ കയറിയത്. വെറും ഒരു വർഷം കൊണ്ട് അവൻ യൂത്ത് ടീമുകൾ കടന്ന് ക്ലബ്ബിലെ ജൂനിയർ ടീമുകളായ ബാഴ്സലോണ സി, ബാഴ്സലോണ ബി ടീമുകളിലും ഇടം നേടി. അവന്റെ പ്രകടനം ഓരോ സീനിയർ പരിശീലകന്റെയും ടെക്നിക്കൽ ഡയറക്ടറുടെയും ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങി. പ്രതിഭയുടെ ആ വളർച്ച കണ്ട പരിശീലകർ അവനെ പരമാവധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവന്റെ പ്രതിഭ പാഴാക്കിക്കളയാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ അവനെ ഒരേ സമയം നിരവധി ടീമുകളിൽ കളിപ്പിച്ചു. ഒരു സീസണിൽ തന്നെ 5 വ്യത്യസ്ത ടീമുകളിൽ കളിച്ചു. ആ പ്രായത്തിൽ അത്രയും മത്സരങ്ങൾ കളിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് കളിയോടുള്ള അവന്റെ ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു. ലിയോയുടെ കാൽമുട്ടുകളിലെ ക്ഷീണത്തേക്കാൾ എത്രയോ വലുതായിരുന്നു ആ ആഴമായ ഇഷ്ടം. അവൻ എവിടെ ഇറങ്ങിയാലും അവിടെ മായാജാലം സംഭവിക്കുമെന്ന് ക്ലബിനുള്ളിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ടായി. ലിയോയുടെ ഈ അതിവേഗ മുന്നേറ്റം ആദ്യമായി അവനിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ കാർലസ് റെക്സാച്ചിന്റെ ദീർഘവീക്ഷണം ശരിയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അവന്റെ ഓരോ ഗോളും ഒരു ഗോൾ മാത്രമായിരുന്നില്ല, അത് റൊസാരിയോയിലെ പ്രതിസന്ധിയോടുള്ള തന്റെ ചെറിയ ശരീരത്തെ പരിഹസിച്ചവരോടുള്ള ശക്തമായ മറുപടിയായിരുന്നു. തന്നെ വേണ്ടെന്ന് വെച്ച ക്ലബ്ബുകളോടുള്ള അവന്റെ മൗനമായ പ്രതികാരമായിരുന്നു അത്. യൂറോപ്പിന്റെ മണ്ണിൽ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം തന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചുവരവ് പൂർത്തിയാക്കുകയായിരുന്നു. അവന്റെ കളി കാണാൻ ക്ലബ്ബിലെ സീനിയർ ടീമിലെ പ്രമുഖ താരങ്ങൾ പോലും യൂത്ത് മത്സരങ്ങൾ കാണാൻ വരാൻ തുടങ്ങി. അവന്റെ പേര് ക്ലബ്ബിന്റെ ഇടനാഴികളിൽ പതിയെ ചർച്ചയായി. അവൻ എവിടെയെത്തിയാലും അവിടുത്തെ കളിക്ക് ഒരു മാന്ത്രിക പരിവേഷം ലഭിച്ചു. അങ്ങനെ യൂറോപ്പിന്റെ മണ്ണിൽ ലാമാസിയുടെ തണലിൽ അവൻ അതിവേഗം വളർന്നുവന്നു. യൂത്ത്, ജൂനിയർ ടീമുകളിലൂടെ മിന്നൽ വേഗത്തിൽ കുതിച്ചുയർന്ന ആ പ്രതിഭ ലോകം കാത്തിരുന്ന ആ വലിയ വാതിൽക്കൽ എത്തിച്ചേരാൻ അധികനാൾ വേണ്ടി വന്നില്ല. ഇനി അവനെ കാത്തിരുന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ പടവാണ്, ബാഴ്സലോണയുടെ സീനിയർ ടീമിന്റെ അരങ്ങേറ്റം. യൂത്ത് ടീമിലെ അതിവേഗ വളർച്ചയ്ക്ക് ശേഷം ആ ചരിത്ര നിമിഷമെത്തി. 2004 ഒക്ടോബർ 16 ഡെക്കോ പുറത്തേക്ക് നടന്നു. പകരക്കാരനായി ആ 17-കാരൻ കളിക്കളത്തിലേക്ക്. അടുത്തറിയാം അധ്യായം 9, ഒരു യുഗത്തിന്റെ പിറവി. നിങ്ങൾ ഈ ഇതിഹാസ കഥ പിന്തുടരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.